ഹലോ. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലാണ്. തിരുവനന്തപുരത്തു നിന്നും ഏകദേശം 54 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെ അനന്തശയന രൂപത്തിലാണ് ഇവിടത്തെയും വിഗ്രഹ പ്രതിഷ്ഠ. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠയേക്കാൾ 4 അടി കൂടി നീളം കൂടുതലാണ് ഇവിടത്തെ പ്രതിഷ്ഠയ്ക്ക്. 22 അടി നീളമുള്ള പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയും ഇവിടെയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ പഴക്കം ചെന്ന ക്ഷേത്രം ഇതാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്ഥലത്തെയും പൂജാകർമ്മങ്ങൾക്കും ഏറെക്കുറെ സാമ്യവുമുണ്ട്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ഇവിടത്തെ ദർശന സമയം. അതുപോലെ തന്നെ ഇവിടത്തെ ഈ പ്രതിഷ്ഠയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പോലെ 3 വാതിലിലൂടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടത്തെ പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്തായി തന്നെ ഒരു ശിവലിംഗം കൂടി സ്ഥാപിച്ചിരിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. അതുപോലെ തന്നെ 18 അടി വീതിയും 3 അടി ഉയരവുമുള്ള ഒരു ഒറ്റക്കൽ മണ്ഡപം ശ്രീകോവിലിന് മുന്നിലായി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരേപോലെ കൊത്തുപണി ചെയ്ത 222 തൂണുകൾ വച്ചാണ് ചുറ്റമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും സൂര്യകിരണം പ്രതിഷ്ഠയിൽ നേരിട്ട് പതിക്കുന്നു എന്നും പറയപ്പെടുന്നു. ആ സമയങ്ങളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അതായത് വർഷത്തിൽ 2 തവണ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന അതേ ദിവസങ്ങളിൽ തന്നെയാണ് ഇവിടെയും ഉത്സവം നടക്കുന്നത്. ഒരുപാട് കൽശിലകളും മരത്തിന്റെ കൊത്തുപണികളും നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. ചുറ്റമ്പലത്തിനുള്ളിലേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവിടെയുള്ള ബാക്കി കാഴ്ചകളൊന്നും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നതല്ല. കന്യാകുമാരി പോകുന്ന വഴിക്ക് മാർത്താണ്ഡത്തു നിന്നും വെറും 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രം തന്നെയാണിത്. ഞങ്ങൾ കുറേ നേരം ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ കന്യാകുമാരി പോകുമ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൽ കൂടി ഒന്ന് കയറാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കിനി കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.